ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. യെസ്, ഇറ്റ്സ് അഗെയിൻ എ ട്രാവൽ വ്ളോഗ്. വണ്ടീനൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്കിന്ന് നേച്ചർ എക്സ്പ്ലോർ ചെയ്ത് വരാം. നമ്മളിന്ന് പോണത് ഒരു ഫോറസ്റ്റിലോട്ടാണ്. ഡെൻമാർക്കിൽ തന്നെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണിത്. ഈ ഫോറസ്റ്റിന് ഡ്രേവ്ഡ് സ്കോവ് എന്നാണ് പേര്. സ്കോവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലോട്ട് കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ ജസ്റ്റ് ഇതേ സ്റ്റാർട്ട് ആവണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മരത്തിലൊന്നും ഒരു ഇലയും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഭയങ്കര വെളിച്ചാണുള്ളത്. നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കവിടെ കാറ് പാർക്ക് ചെയ്യാനും പിന്നെ ഇവിടുത്തെ എക്കോ സിസ്റ്റം എന്താണ്, നമ്മൾ എങ്ങനെ അതിനെ കീപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഇരിക്കാനും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ടീമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും അതിനൊക്കെയുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. സാധാരണ സമ്മർ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഗ്രില്ല് ചെയ്യാറുണ്ട് തോന്നണേ. അവിടെ അതിൻ്റെ പ്രൂഫൊക്കെ കാണാനുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടെ. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. കാണുന്ന വെതറുമാതിരി ആകെ ഇരുണ്ട് മൂടി ഭയങ്കര തണുപ്പായിരുന്നു അന്ന്. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായാലും നമുക്ക് കോട്ട്, നമ്മൾ സാധാരണ അതിന് 2 ദിവസം മുന്നേയൊക്കെ ഒരു ഇത്തിരി വെയിലൊക്കെ കണ്ടിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും എന്നുള്ളൊരു ധാരണയിലാണ് പോയത്. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒന്നാമത് മരങ്ങൾ ഇങ്ങനെ നിൽക്കല്ലേ, പക്ഷെ ഇലയൊന്നുമില്ല. എന്നെങ്കിൽ പോലും ചിലതിലൊക്കെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങനെ നടക്കാനുള്ള ദൂരമുണ്ട്. എന്തോ ഒരു ചെറിയ ചർച്ച നടക്കുകയാണ് അവിടെ. പക്ഷെ ക്യാമറ കണ്ടാൽ നമ്മൾ ഡീസൻ്റ് ആവണമല്ലോ, അതാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് പോവാട്ടോ. ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇവിടെ പൊതുവെ മാനൊക്കെ നമുക്ക് സാധാരണ റോഡ് ക്രോസ് ചെയ്യണം. നമ്മൾ കാറിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ റോഡിലൂടെ ആയിട്ട് പോകണ കാണാം. അതേമാതിരി ഞങ്ങളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മാനുകൾ 2-3 കണ്ടു തോന്നുന്നു. അതിങ്ങോട്ട് ഓടി വന്നു. പക്ഷെ ഭയങ്കര ഈ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട് കിടക്കണോണ്ട് ഇതുമ്മ തട്ടിയിട്ട് എന്താ അറിയില്ല, ഭയങ്കര സൗണ്ട് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി. എന്താണ് ഇപ്പോൾ ഈ സൗണ്ട്, നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ജീവികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി. പക്ഷെ പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് വേറൊരു മാനായിരുന്നു. പക്ഷെ വേറൊരു മാനല്ല കേട്ടോ. അതിന് മുന്നേ ഞങ്ങളൊരു മാനൊക്കെ ഉള്ളൊരു ഒരു പാർക്കിൽ പോയിരുന്നു. ഞാൻ എന്തോ കൊടുത്തിട്ട് ജസ്റ്റിക്കാനും തൊടണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനതിന് തൊടാൻ നോക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരൊറ്റ തട്ട് തട്ടി. അപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ സാധനമാണെങ്കിലും ഭയങ്കര ശക്തി ഉണ്ട് അതിന്. അതുകൊണ്ട് അത്ര ചില്ലറക്കാരനായിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത്, നമുക്കൊരു വീഡിയോ ഒക്കെ വേണ്ടേ, അത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ടാണ്. എന്നിട്ട് പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ, കാരണം വെതറിലൊരു ചേഞ്ചും കാണാനില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ കുറേ നേരമായി ഇങ്ങനെ നടക്കണേ. അപ്പോൾ നമുക്ക് തന്നെ കാലൊക്കെ ഇങ്ങനെ കടയിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. സാധാരണ ഇത്രയ്ക്കൊന്നും ആൾക്കാർ നടക്കാൻ പറ്റില്ല. ഇത് പൊതുവെ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ജോഗിങ്ങിനായിട്ടോ അങ്ങനെയൊക്കെ വരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ. പണ്ടതൊരു ഡാനിഷ് പ്രഭുവിൻ്റെ കീഴിലോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം അത് സാധാരണ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസായി തുറന്നു വിട്ടിരിക്കുക. പക്ഷേ നന്നായി കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ, ഒന്നും നശിപ്പിക്കാണ്ട്. നമ്മളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ ഇട്ട് പോരും. പക്ഷെ അങ്ങനത്തെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈവൻ ഒരു കാടാണെങ്കിലും അവിടെ പ്ലാസ്റ്റിക് ഇടാനൊരു സ്ഥലം, അങ്ങനെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്ത് പോകണ ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ സാധാരണ നടന്നു പോകണ ആ ഒരു വഴിയാണെങ്കിൽ അവിടെ നടന്നു പോകാൻ പാകത്തിന് സംരക്ഷിക്കേണ്ട സ്ഥലം അങ്ങനെ സംരക്ഷിച്ചിട്ട് അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരിത്. ഇവിടെ ഡെൻമാർക്കിൽ പൊതുവെ അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ കാടായി നിർത്തേണ്ട സ്ഥലം കാടായിട്ട്, റോഡായി നിർത്തേണ്ട സ്ഥലം റോഡായിട്ട്, അതെങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് അറിയാം. അവരവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകണത് തന്നെയാണത്. ഈ കാണുന്നത് ഇതും ഒരു തല്ല് ഒത്തുതീർപ്പാക്കുകയാണ്. ആ പാറ കണ്ടപ്പോൾ അവിടുന്ന് ഏട്ടനൊരു ഫോട്ടോ എടുത്ത് കൊടുത്ത്. അത് നല്ല ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന്. അത് പറ്റില്ല, അവിടെ നിന്ന് ഒരൊറ്റ ഫോട്ടോ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അതും പറ്റില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ എടുക്കണമല്ലോ. അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് വർത്താനം പറയണ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതാണ്. അങ്ങനെ നമുക്കൊരു വീഡിയോയും കിട്ടി. അങ്ങനെ വീഡിയോയും ഫോട്ടോയും നടത്താൻ മാത്രം പോരല്ലോ, കുറേ നേരമായല്ലോ വന്നിട്ട്. നല്ല വിശക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കറിയാം അവിടേക്ക് ഒരുപാട് ദൂരം അങ്ങോട്ട് വരാനും ഉണ്ട്. അതിനുള്ളിൽ കയറി നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം പോകുമെന്ന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിരുന്നത്. ഗ്രില്ല് ചെയ്തിട്ട് കുറച്ച് ചിക്കനും
കുറച്ച് റൈസും ചപ്പാത്തിയും അങ്ങനെ പിന്നെ അതിലേക്കുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഡേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളങ്ങനെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. നല്ല ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇങ്ങനത്തെ ഒരു ഡേ ഉണ്ടായിട്ടില്ല ലൈഫിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡേ ആയിരുന്നു ഇത്. ഇതുപോലുള്ള കുട്ടി കുട്ടി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്നാൽ ഞങ്ങൾ ബൈ പറയുകയാണ്. നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.